ഹൽദിപ്പൊടിയും നമ്മുടെ ഡോക്ടറും കൂടെ ഒരു വിവാഹം നടത്തി കൊടുത്ത സീനാണ് നമ്മളിങ്ങനെ കാണുന്നത്. സോഷ്യൽ മീഡിയയിൽ കിടക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ആക്ച്വലി ഡോക്ടർ റോബിൻ യഥാർത്ഥത്തിൽ ബിഗ് ബോസ് ജയിക്കുകയോ ബിഗ് ബോസിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെ ഒരു പിൻബലത്തിൽ നമ്മളൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയോ ആണ്. അതല്ലാതെ മറ്റ് ക്രെഡിബിലിറ്റികളൊന്നുമില്ല. ഇതിൽ പോലെ ഒരുപാട് പേര് അതിനകത്തുനിന്ന് വിൻ ചെയ്ത് പുറത്തേക്ക് വന്നിട്ടുള്ള എത്ര പേര് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്തെന്ന് നിങ്ങൾക്കറിയാം. എത്ര പേരുണ്ട്. ഇന്നലെ മീൻസ് 2-3 days ബിഫോർ റിയാസനെയും ജാസ്മിനും കൂടെ വന്ന സമയത്ത്, ജാസ്മിനെ പുറത്ത് കിട്ടുന്ന സമയത്ത് ഡോക്ടർ റോബിനെ പറ്റി ചോദിക്കുമ്പോൾ അവരുടെ മുഖം കടന്നൽ കുത്തിയ പോലെ ഹേടി ഒരു നശകൊശയാകുന്ന ഒരു സീൻ കണ്ടിട്ടുണ്ട്. റോബിനെ പോലെ ചിന്തിക്കാനോ റോബിനെ പോലെ ആളുകളുടെ മനസ്സിലേക്ക് എടുക്കാനോ ഒന്നും സാധിക്കാത്ത ഒരാളുടെ ഫ്രസ്ട്രേഷൻ മാത്രമാണ് ആ മുഖത്ത് ഞാൻ കണ്ടതെന്നാണ് എനിക്ക് മനസ്സിലായത്. സീരിയസ്ലി അവർ ചെയ്തതൊരു ഗ്രേറ്റ് തിങ് ആണ്. ഒരു പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിക്ക് ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ അധ്വാനത്തിൽ നിന്നുള്ളൊരു തുക മാറ്റി വെച്ച് ആ വിവാഹം മംഗളകരമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് നടത്തി കൊടുക്കുന്ന സീനാണ് ഈ കാണുന്നത്. വളരെ സന്തോഷം തോന്നി. അപ്പം ഞാൻ ഇത് കണ്ടപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഇതിനേക്കാൾ ഉപരി പലരും പലരുടെ പൈസയുടെയൊക്കെ ഒരു വലിപ്പവും എനിക്ക് എങ്ങനെ ക്യാഷ് ഉണ്ടായി എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും ഒക്കെ അന്ന് കേൾക്കാം. ലാസ്റ്റ് ഒരു ഇന്റർവ്യൂവിന്റെ അകത്ത് അതിലോട്ട് പറഞ്ഞെങ്കിൽ മാസം 3.5 ലക്ഷം രൂപ എടുത്ത് EMI ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് വന്നൊരു ആ വീഡിയോയ്ക്ക് വന്നൊരു കമന്റ് ആണ്, പണിക്കൊന്നും പോകാതെ നിനക്ക് എങ്ങനെ ഇത്രയും പൈസ കിട്ടുന്നത്, ഇത് കൊഴിപ്പണമല്ലേ കള്ളപ്പണമല്ലേ എന്ന് അങ്ങനെ ഒരു സംഭവം കമന്റ് വന്നിട്ടുണ്ടല്ലോ. അതിനെന്താണ് അഖിലേട്ടൻ പ്രതികരിക്കുന്നത്? ഓൾമോസ്റ്റ് ഒരു $900 എടുക്കല്ലോ ഫേസ്ബുക്കിലുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. $900 988 അടിക്കുക. ഫേസ്ബുക്കിൽ നിന്നുള്ള എൻ്റെ കഴിഞ്ഞ മാസം വരുമാനം നിങ്ങൾക്ക് മനസ്സിലാവും. സെയിം യൂട്യൂബ് അടിക്കുക. ഞാൻ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ റെഗുലറായിട്ട് കണ്ടന്റ് ക്രിയേറ്റർ അല്ല. എൻ്റെ എല്ലാ പ്രോഗ്രാമുകൾക്കും വിത്ത് GST അടക്കം ഒരു ഇന്റർവ്യൂ അടക്കം ഞാൻ പേയ്മെന്റ് മേടിച്ച് ചെയ്യുന്നതാണ്. എനിക്ക് സലൂണുണ്ട്, എനിക്ക് ദുബായിൽ റിയൽ എസ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെ ഇൻകം ഞാൻ ഷെയർ ട്രേഡ് ചെയ്യുന്ന ആളാണ്. നമ്മൾ ചിലവാക്കുന്നു എന്ന് പറഞ്ഞ് ഞാനത് വലിയ ആഡംബരമായിട്ട് പറഞ്ഞതല്ല. നമ്മൾ ഓരോരുത്തർക്കും വ്യത്യസ്ത തരത്തിലാണ് ചിലവാക്കുന്നത്. പണ്ട് എനിക്ക് 2000 രൂപ മാസം ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു വർഷം 800 രൂപ EMI അടയ്ക്കാനില്ല. അതായത് കാർഷിക വായ്പ എടുത്തിട്ട് ഒരു വർഷം ഒരു മാസം 800 രൂപ അടയ്ക്കാൻ പറ്റാതെ ആ കാർഷിക വായ്പ മുടങ്ങി അത് പെൻഡിംഗ് ആയി സിവിൽ സ്കോറിൽ ഒരു രീതിയിൽ ഒരു ലോൺ കിട്ടാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. എനിക്ക് 2 ലക്ഷം രൂപയുടെ ലോൺ 5.25 ലക്ഷം രൂപ അടച്ചാൽ ക്ലോസാണ് ചെയ്യുന്നത് പിന്നീട്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഒരുപക്ഷെ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ആഗ്രഹിച്ചിട്ട് കിട്ടാതിട്ടുള്ളതാണ് ഞാൻ. അങ്ങനെ കടന്നു വന്ന വഴികളിൽ ഇത് എങ്ങനെ നേടിയെടുക്കാം? അങ്ങനെ നമ്മൾ നേടിയെടുക്കാൻ ചിലവ് കൂടുന്നത് ഒരിക്കലും ഒരു മോശം കാര്യമല്ല. ഇതൊരു കമ്പാരിസൺ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ കമ്പാരിസൺ പറഞ്ഞൊന്നും അല്ല. പലർക്കും ബിഗ് ബോസ് കൊണ്ട് ലാഭമേ ഉണ്ടായിട്ടുള്ളൂ. ബിഗ് ബോസിനെ ഏറ്റവും കൂടുതൽ അവഹേളിക്കുകയും മോശം പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഈ അഖിൽമാരാണ്. ഏറ്റവും മോശമായിട്ട് ബിഗ് ബോസിനെ അയാൾ പറഞ്ഞത് വളരെ ലോക്കലായിട്ടാണ് പറഞ്ഞത്. അതിനകത്ത് പോയി പേര് കേൾക്കുന്നതിൽ നല്ലതല്ലേ എവിടെയെങ്കിലും പോയി തുണി നോക്കി കാണിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ അയാളുടെ ഒരു റവന്യൂ ആലോചിച്ച് നോക്കുക. ഈ വ്യക്തികൾ തന്നെ ഏറ്റവും കൂടുതൽ റോബിനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. നല്ല അഭിനയശേഷിയുള്ള, നന്നായിട്ട്, അതായത് നല്ല സ്ക്രീൻ ഫേസ് ഒക്കെ ഉള്ള നല്ല ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ എന്തുകൊണ്ട് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് പോലെ അനുസരിച്ചിട്ടില്ല വെച്ചാൽ, നമുക്ക് ഫേവറായി നിന്നിട്ടില്ല വെച്ചാൽ, ആളുകളെ ചവിട്ടി താഴ്ത്തുന്ന ഒരു രീതി അത് എല്ലാ മേഖലകളിലും ഉണ്ട്. പക്ഷെ ഫിലിം ഇൻഡസ്ട്രിയിൽ അത് അധികമാണ്. അപ്പോൾ ഈ കർമ്മ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് കേട്ടോ. അതങ്ങോട്ട് തിരിച്ച് നല്ല പോലെ അണ്ണാക്കി കൊടുക്കും എന്നുള്ളൊരു തെളിവാണ് ഒരു പുതിയ ഫിലിം ഉണ്ടാക്കിയിട്ട് ഈ പറയുന്ന മഹത്വ വ്യക്തിക്ക് അതിനകത്ത് ഒരു ഉണ്ടയും ഉണ്ടാക്കാൻ പറ്റാതെ 8 നിലയിൽ പൊളിഞ്ഞു പോയത് മാത്രമല്ല, കൂടെ നിന്ന് ആ ഫിലിം പിടിച്ച ആ പ്രൊഡ്യൂസറെ വരെ തെറി വിളിച്ചുകൊണ്ട് വീഡിയോ ഇടേണ്ട ഗതികേട് വന്നത്. അതിൽ കൂടെയൊക്കെ സമ്പാദിക്കുന്ന പണം കൊണ്ട് നിന്നിട്ട് വലിയ ഞെളിച്ച് വർത്താനം പറയുന്ന ഇവനെയൊക്കെയാണ് ആളുകൾ തൂക്കി തലയിൽ വെക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഇനി രണ്ടാമത് ബിഗ് ബോസിനോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇത്രയധികം രണ്ടാമത് വിളിച്ചിട്ട് ബിഗ് ബോസ് ഇൻസൾട്ട് ചെയ്ത് പുറത്തേക്ക് വിട്ടിട്ടും റോബിൻ ഒരു പ്രാവശ്യം പോലും ആ രീതിയിൽ മോശമായി ബിഗ് ബോസിനെതിരെ നിന്നിട്ടില്ല. 1-2 പ്രാവശ്യം നിവൃത്തികേടുള്ള ആ കുട്ടി വാ തുറന്നപ്പോഴും എല്ലാവരും കൂടെ അതിൻ്റെ വായി പിടിച്ചു, അവനെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല ആളുകൾക്ക് അഭിമതനായ, എല്ലാവർക്കും നല്ല പേഴ്സണാലിറ്റി ഉള്ളൊരു വ്യക്തിയെ ദ്രോഹിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇന്നും ജനങ്ങളുടെ മനസ്സിൽ ബിഗ് ബോസ് വിന്നർ ആരെന്ന് ചോദിച്ചാൽ അത് റോബിൻ എന്ന് പറയും. റോബിനോളം ഒരു അക്സെപ്റ്റൻസ് വേറൊരു കണ്ടസ്റ്റന്റ് അവിടെ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അത് ആപ്റ്റാണ്, അർഹിക്കുന്ന അക്സെപ്റ്റൻസ് തന്നെയാണ് എന്നും ഞാൻ പറയും. എനിക്ക് കണ്ടെടുത്തോളം, ഞാൻ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു മുഹൂർത്തമാണ് എനിക്ക് റോബിനുമായിട്ട് ഞാൻ ചെലവിട്ട സമയങ്ങൾ. പാവം നല്ല കുട്ടി. അതിലും നമ്മൾ പറയുന്നവരുടെയൊക്കെ ഇപ്പം എൻ്റെ കാര്യങ്ങളിൽ ഞാൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ പുള്ളി കണ്ടിട്ടുണ്ട്. എൻ്റെ മകനെ പോലും ഓർത്ത് വെക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം ഡീപ്പിലാണ് അവർ ഓരോ കാര്യങ്ങൾ എടുക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ 1-2 വീഡിയോ പുള്ളിയെ പറ്റി ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്നാൽ പോലും ഐ ആം റിയലി അപ്രീഷിയേറ്റ് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളോട് ഓരോന്ന് പറയണമെന്ന് തോന്നി. വളരെ സന്തോഷം. ഇങ്ങനെ തന്നെ പോകട്ടെ. നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ പൊതുസമൂഹത്തിന് ചെയ്യുക. അത് ഒരിടത്തും വാർത്തയായിട്ട് കണ്ടില്ല.
ഇത് ഇൻസ്റ്റഡ് വേറെ ആരെങ്കിലുമാണ് ചെയ്തെങ്കിൽ എവിടെയൊക്കെ വാർത്ത വരും, എന്തൊക്കെയായിരുന്നു എന്നെ പുകിലുകൾ. ഇത് റോബിൻ ചെയ്തതുകൊണ്ട് ആർക്കും അറിയാനും പറ്റിയിട്ടില്ല, ആർക്കും അറിഞ്ഞും കൂടാ, ഇതൊരു വാർത്തയായിട്ട് വന്നിട്ടുമില്ല. ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമായിട്ടാണ് അത് ഒതുങ്ങിപ്പോയിട്ടുള്ളത്. ഞാൻ എൻ്റെ ഭാഗം ചെയ്യുന്നു, കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ് ചെയ്യുന്നത്, അവൻ ചെയ്യും, അത്രയും മനസാക്ഷിയുള്ള പയ്യനാണ്. അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ ഒരു സംഘം അപ്പുറത്ത് നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് സങ്കടം തോന്നുന്നത്. ആ കഴിവും മനസ്സുമുള്ളവർക്ക് ഒരു അക്സെപ്റ്റൻസ് നമ്മുടെ സമൂഹം കൊടുക്കാറില്ല. പക്ഷേ എന്നിരുന്നാലും അങ്ങനെ പറഞ്ഞുകൂടാ. കഴിഞ്ഞ തവണത്തെ ജിൻഡോയെ ജയിപ്പിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും റോബിന് തന്നെയാണ്. റോബിൻ സപ്പോർട്ട് ചെയ്തു ഒന്നൊറ്റ കാരണം കൊണ്ടാണ് ലാസ്റ്റ് മിനിറ്റിൽ ജിൻഡോയ്ക്ക് അത്രയും വോട്ട് വീണത് എന്നുള്ളത് വാസ്തവം. ഇത്തവണ എനിക്കൊന്ന് റോബിൻ സപ്പോർട്ട് പറയണത് അനുമോളിനെയാണെന്ന് തോന്നുന്നു. അനുമോളെ പറ്റി നല്ല അഭിപ്രായമാണ് പറഞ്ഞത്, അനുമോളെ സപ്പോർട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ആപ്റ്റ് കണ്ടസ്റ്റൻറ്റിന് ലാസ്റ്റ് മിനിറ്റിൽ റോബിൻ്റെ ഒരു സപ്പോർട്ട് എപ്പോഴും ഇടാറുണ്ട്. റോബിൻ പറയുന്നതിനനുസരിച്ച് വോട്ടിടുന്ന ഒരു ഭാഗം ആൾക്കാരുമുണ്ട്. ആ ഒരു കാര്യം ബിഗ് ബോസ് മറക്കരുത്. വേറെ ആര് പറഞ്ഞാലും അത് ബിഗ് ബോസ് മറക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം, പറഞ്ഞതേ ഉള്ളൂ. അറിയത്തില്ല. പക്ഷേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച് റോബിൻ.